സ്ത്രീകളെ സംബന്ധിച്ച് എട്ടിന്റെ പണി തന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് PCODയും PCOS. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരിലും അറിയാത്തവരുണ്ട്. സത്യത്തിൽ PCODയും PCOSും സ്ത്രീകളുടെ ഹോർമോൺ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. എന്നാലും ഇവ തമ്മിൽ ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട്. PCOD എന്നാൽ ഒരു കോമൺ ഡിസീസും PCOS ഒരു കോംപ്ലിക്കേറ്റഡ് സിൻഡ്രോമാണ്. സ്ത്രീകൾക്ക് 2 ഓവറികളാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് പൂർണ്ണ വളർച്ചയെത്താത്ത എഗ്ഗിനെ അല്ലെങ്കിൽ അണ്ടങ്ങളെ പുറത്തുവിടുകയും അവ സിസ്റ്റുകളായി മാറുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് PCOD എന്ന് പറയുന്നത്. ഇൻറെഗുലർ ആയ മെൻസസും ചെറിയ രീതിയിലുള്ള ഹോർമോൺ ചേഞ്ചസുമാണ് കൂടുതൽ ആളുകളിലും ലക്ഷണങ്ങളായി കണ്ടുവരുന്നത്. നല്ലൊരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലും ഡോക്ടേഴ്സിന്റെ സഹായം ഉണ്ടെങ്കിൽ ഏറെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് തീരെ സമാധാനം തരാത്തൊരു പ്രോബ്ലമാണ് PCOS. നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിൽ പുരുഷ ഹോർമോൺ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പുരുഷ ഹോർമോൺ ആയ ആൻഡ്രോജനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഓവറി. നമുക്ക് പണി കിട്ടുന്നത് ഇവിടെയാണ്. ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ കൂടുതൽ ആൻഡ്രോജനുകൾ ഓവറി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓവുലേഷൻ തടസ്സപ്പെടുകയും ചെയ്യും. ഇത്രയും പ്രോബ്ലംസ് ഉള്ളിൽ നടക്കുമ്പോൾ പുറത്തേക്ക് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മുടെ ഇൻറെഗുലർ ആയ പീരീഡ്സ്, മുഖത്ത് രോമ വളർച്ച, മുഖക്കുരു ഉണ്ടാവുക, വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താലും വെയിറ്റ് കുറയാതെ വരുന്നത്. പിന്നങ്ങോട്ട് എന്താ സംഭവിക്കാന്ന് പറയണ്ടല്ലോ. നമ്മൾ എന്തായാലും ഡോക്ടറിനെ കാണിക്കും. ഡോക്ടേഴ്സ് അഴിച്ചുവിട്ട പട്ടത്തെ എങ്ങോട്ടെങ്കിലും കെട്ടിയിടും. അങ്ങോട്ടേനി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. കാരണം നിങ്ങളിത് അറിഞ്ഞിട്ടും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റു പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനും ഇത് മാത്രം മതി കാരണം. PCODയേക്കാൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ് PCOS. ഇപ്പോഴും ഇത് തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.